അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇന്ന് മഗ്‌രിബോട് കൂടി പിറ കണ്ടാൽ, നിലാവ് കണ്ടാൽ ശഅബാൻ 1 അൽഹംദുലില്ലാഹ് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് ഓരോ മുഅ്മിനായ മനുഷ്യനും അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൂടാതെ ഒരു മനുഷ്യൻ ശഅബാനിൻ്റെ പിറ കണ്ടാൽ അവൻ ഇനി പറയാൻ പോകുന്ന 2 സൂറത്തുകൾ, ആ 2 സൂറത്തുകൾ ഓതിക്കഴിഞ്ഞാൽ, ചെറിയ 2 സൂറത്തുകൾ അത് ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം ഇനിയുള്ള ഈ ശഅബാൻ മാസം മുഴുവനും അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും. ഏതൊക്കെയാണ് ആ സൂറത്തുകൾ, ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ്, എത്ര പ്രാവശ്യമാണെന്നൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കാം. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പരിശുദ്ധമായ റജബ് മാസം നമ്മളിൽ അവശേഷിക്കുന്നത്. റജബ് മാസത്തിൻ്റെ അവസാന മണിക്കൂറുകളിലും മിനിറ്റുകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നത്. ഈ സമയം നഷ്ടപ്പെടുത്താൻ ഒരു മുഅ്മിനായ മനുഷ്യന് കഴിയില്ല. അപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് ഇന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ നാളെ പരിപാവനമായ ശഅബാൻ 1 ആയിരിക്കും. ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ നാളെ എന്തായിരിക്കും? റജബ് 30 പൂർത്തിയാക്കി മറ്റന്നാൾ ശഅബാൻ 1 ആയിരിക്കും. അപ്പോൾ ഇന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ നമുക്കറിയാം നാളെയാണോ ശഅബാൻ 1 അല്ലെങ്കിൽ മറ്റന്നാളാണോ എന്ന് നമുക്കറിയാൻ പറ്റും. അല്ലാഹു തആല എന്നാണെങ്കിലും ആ പരിപാവനമായ ശഅബാൻ മാസത്തിലേക്ക് നമ്മളെ എത്തിക്കുകയും ഒരുപാട് നന്മകൾക്ക് സാക്ഷിയാവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടു എന്ന് നമ്മൾ അറിഞ്ഞാൽ, നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ, വിശ്വാസയോഗ്യമായ ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയാൽ ആദ്യം തന്നെ നമ്മൾ പറയേണ്ട ഒരു വാക്ക് അൽഹംദുലില്ലാഹ് എന്ന വാക്കാണ്. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് പറയാൻ കാരണം, ഈ കഴിഞ്ഞ റജബ് മാസത്തിൽ എത്രയോ ബന്ധപ്പെട്ട, നമ്മളിൽ നിന്നും എത്രയോ വേണ്ടപ്പെട്ടവരാണ് മരണപ്പെട്ടു പോയത്. അവർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ശഅബാൻ മാസത്തിലേക്ക് നമുക്ക് അല്ലാഹു തആല ആയുസ് ദീർഘിപ്പിച്ചു നൽകി എന്നുള്ളത്. അപ്പോൾ അവർക്ക് കിട്ടാത്തൊരു അനുഗ്രഹമാണ്. അപ്പോൾ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാഹ്. എന്നിട്ടോ അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഈ ഒരു ദുആ നമ്മൾ എന്ത് ചെയ്യണം? മറക്കാതെ ഒരു പ്രാവശ്യം പറയണം. ഏതാണ് ദുആ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഈ ദുആ നമ്മൾ പഠിച്ചു വെക്കണേ. അപ്പോൾ ചോദിക്കും, ഉസ്താദേ ഈ ദുആ തന്നെയല്ല റജബ് 1 പിറ കണ്ടാൽ പറയണമെന്ന് ഉസ്താദ് പറഞ്ഞത്? ഈ ദുആ തന്നെയല്ലേ പരിപാവനമായ ജമാദുൽ ഉഖ്റായിലും അതുപോലെ കഴിഞ്ഞുപോയ മാസങ്ങളിലൊക്കെ ഈ മാസത്തിൻ്റെ പിറ കണ്ടാൽ ഇത് തന്നെയല്ലേ പറയാൻ പറഞ്ഞത്? അതെ. ഇനി റമളാൻ ആയാലും ഈ ദുആ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറ കണ്ടു എന്നറിഞ്ഞാൽ ഈ ദുആ നബി തങ്ങൾ പറയുമായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാകുന്നു വലിയവൻ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി. റബ്ബേ, ഈ പരിശുദ്ധമായ മാസം, അല്ലാഹു ഞങ്ങൾക്ക് ഈ പരിശുദ്ധമായ മാസം ഞങ്ങൾക്ക് ഈമാനിലാക്കണം, ഇസ്ലാമിലാക്കണം, വലിയ തൗഫീഖിലാക്കണം, ബറക്കത്തിലാക്കണം, അതുപോലെ നിർഭയത്വത്തിലാക്കണം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് അവസാനം പറയുന്നു. റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഈ പരിശുദ്ധമായ മാസത്തെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹത്തിലുമാക്കണേ. നിന്റെ റബ്ബും റബ്ബുക്കല്ലാ, അതായത് ഹിലാലിനെ നോക്കി നിന്റെ റബ്ബും നമ്മുടെ റബ്ബും എല്ലാം അല്ലാഹു ആകുന്നു എന്നാണ് ഈ ഒരു ദുആഇൻ്റെ ഏകദേശ അർത്ഥം. അപ്പോൾ ഈ ദുആ നമ്മൾ ഒരു പ്രാവശ്യം പറയുക. എന്നിട്ടോ നമ്മൾ വീണ്ടും, കാരണം പരിശുദ്ധമായ ശഅബാനിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ, അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയേണ്ടത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. എല്ലാവരും പറയണം. അത് നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല, എല്ലാ സമയത്തും പറയാം. അല്ലാഹുവേ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അപ്പോൾ അവിടെ ഒരു സംശയം പിന്നെയും ഉണ്ടാവാം, ഉസ്താദേ റജബ് കഴിഞ്ഞു പോയല്ലോ, പിന്നെന്തിനാ റജബ് എന്ന് പറയണത്?
ഞങ്ങൾക്ക് ഷഅബാൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അവിടെ റജബിൻ എന്ന് തന്നെ പറയുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ അങ്ങനെയാ ഉള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ പറയാം. അല്ലാഹുമ്മ അല്ലാഹുവേ റജബിലും ശഅബാൻ ഞങ്ങളിൽ നിൽക്കുന്ന ശഅബാൻ അതിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കഴിഞ്ഞുപോയ റജബിൽ എന്തെല്ലാം ബറക്കത്തുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അത് നീ നിലനിർത്തി തരണേ അല്ലാ എന്ന ഒരു ധ്വനിയും ആ ദുആയിലുണ്ട്. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ഈ ദുആ ഇന്നത്തെ രാത്രി നമ്മൾ കൂടുതലായി അധികരിപ്പിക്കുക. നിലാവ് കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഈ ദുആ നമ്മൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയോ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ദുആ നമുക്കറിയാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബയെ അല്ലാഹു തആല സ്വീകരിച്ചത് ഈ ദുആ കൊണ്ടാണ്. അതുകൊണ്ട് ഈ ദുആ നമ്മുടെ തൗബ അല്ലേ, റജബിലും റബ്ബേ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി, ശഅബാനിൽ ഇനി ആവർത്തിക്കില്ല എന്ന ഒരു തൗബയുടെ വചനം അല്ലേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയായി മഹത്തുക്കൾ പരിചയപ്പെടുത്തിയ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ദുആ അതായത് സ്വർഗ്ഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുന്നു, ആഖിറത്തിന്റെ നന്മ ചോദിക്കുന്നു, ദുനിയാവിന്റെ ഖൈറുകൾ ചോദിക്കുന്നു, എല്ലാം അടങ്ങിയിട്ടുള്ള ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതുപോലെ ആനാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ദുആ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ ദുആ പറയാൻ പ്രത്യേകം സുന്നത്താണ്. പിന്നെയോ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കണേ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അതുപോലെ തന്നെ സ്വർഗ്ഗപ്രവേശനം ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി യസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി യസ്അലുകൽ ജന്ന. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ദുആയാണ്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ആ മഗ്രിബോട് കൂടി നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ, ഇനി കണ്ടില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഈ ദുആകൾ അധികരിപ്പിക്കുക. കാരണം വളരെ ഇജാബത്ത്, ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്ത് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസത്തിലൂടെയാണ്, സമയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ദുആകൾ ഇന്നത്തെ മഗ്രിബ് കഴിഞ്ഞ് മലയാളത്തിൽ എത്രയോ കാര്യം നമുക്ക് ചോദിക്കാറുണ്ട്. മലയാളത്തിൽ തന്നെ ദുആ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ മഗ്രിബ് കഴിഞ്ഞ് പിന്നെ ശേഷം വരുന്ന തഹജ്ജുദ്, അതുപോലെ വിത്ർ, ആ സുന്നത്ത് നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം, അതുപോലെ ഫർദായ നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം ഇൻഷാ അല്ലാഹ് നല്ലതുപോലെ ദ്വാരക്കുക. ഓടിപ്പടിച്ച് എണീറ്റ് പോവല്ലേ, നല്ലതുപോലെ ദുആ ചെയ്തിട്ട് പോണേ. അതുപോലെ നമുക്ക് എത്രയോ കാര്യങ്ങളുണ്ട്. നമ്മുടെ രോഗങ്ങളുടെ കാര്യം, നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, എത്രയോ ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. മുസ്ലിം സമൂഹം തന്നെ ഇന്ന് ഇന്ത്യയിലും അതുപോലെ മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ എത്രയോ പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നല്ലതുപോലെ എല്ലാവിധ ഖൈറിന് വേണ്ടി നമ്മൾ ദുആരക്കുക. അല്ലാഹു തആല നമ്മുടെ ദുആ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി നമ്മളൊന്ന് പരിഗണിക്കണം. ഇന്നത്തെ രാത്രി നമ്മൾ പരിഗണിച്ച് ഒന്ന് ഹയാത്താക്കുക. രാത്രി ഹയാത്താക്കാൻ പറ്റിയ വലിയ കൂലിയാണ്. ഈ ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന സാധാരണ മഗ്രിബ് നിസ്കരിക്കുന്നു, ഇശാ നിസ്കരിക്കുന്നു, ഇശാന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുന്നു, ശേഷം വിത്ർ നിസ്കരിക്കുന്നു അല്ലേ, എന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഖുർആൻ ഓതുന്നു. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സാധാരണ ചെയ്യുന്നതിൽ നിന്നും ഒന്ന് വ്യതിരക്തമായിട്ട് ഒരു പേജ് ഖുർആൻ കൂടുതൽ ഓതുക, കുറച്ച് ദിക്ർ ചൊല്ലുക, കുറച്ച് തസ്ബീഹ് ചൊല്ലുക, ഒരു 2 റക്അത്ത് കൂടി സുന്നത്ത് കൂടി നിസ്കരിക്കുക. ഇതാണ് എന്താ ഹയാത്താക്കുക. സാധാരണ നമ്മൾ രാത്രി ചെയ്യുന്നതിനേക്കാൾ ഒരു വിപരീതമായിട്ട് കുറച്ച് ഇബാദത്തുകൾ അധികരിപ്പിക്കുക. അതിനാണ് ഹയാത്താക്കുക എന്ന് പറയുക. അപ്പോൾ ഇന്നത്തെ നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കണ്ടാലും കണ്ടില്ലെങ്കിലും, കാരണം അവസാനത്തെ റജബിൻ്റെ അവസാനത്തെ നിമിഷങ്ങൾ ഷഅബാൻ വരികയാണല്ലോ, അസുലഭ മുഹൂർത്തമാണ് നമുക്ക് അല്ലെ, ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ് ഈ സമയങ്ങളിലൊക്കെ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക? നമുക്കറിയാവുന്ന സ്വലാത്തുകൾ ഒരുപാടുണ്ട്. സ്വലാത്തെ 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 സ്വലാത്തിൻ്റെ മാസം ഷഅബാൻ, സ്വലാത്തിൻ്റെ മാസം ഷഅബാൻ. അറിയാവുന്ന സ്വലാത്ത് ഏത് സ്വലാത്തും ഇബ്രാഹിമിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇത്
ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ ഒരു രൂപമാണ്. ഇതല്ലാതെ മറ്റു രൂപങ്ങളിലും ഇബ്രാഹിമിയ സ്വലാത്ത് വന്നിട്ടുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുക. സ്വലാത്തുകളുടെ നേതാവ് രാജാവാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന സ്വലാത്ത്. പിന്നെയോ ദിക്റുകൾ അധികരിപ്പിക്കണേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അതുപോലെ നമ്മൾ ദുആകൾ അധികരിപ്പിക്കുക. അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ, സ്വതക്കകൾ അല്ലേ. ഇപ്പോൾ സ്വതക്ക കൊടുക്കാൻ എത്ര എളുപ്പമാണ്. സ്വതക്ക കൊടുക്കാൻ പാവപ്പെട്ടവനെ തിരഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ഒരു ഗ്രൂപ്പിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുണ്ടാകും ഏതെങ്കിലും ക്യാൻസർ രോഗിയുടെ സഹായ അഭ്യർത്ഥനയുമായി, അല്ലെങ്കിൽ കരൾ രോഗം, അല്ലെങ്കിൽ മജ്ജ മാറ്റിവെക്കൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട്, അല്ലെങ്കിൽ വീട് പണിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ ഈ ഫോൺ നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ട് വരാറുണ്ട്. അപ്പോൾ അവരിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു 50 രൂപയോ 100 രൂപയോ 300 ഒക്കെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഒരു സ്വതക്ക അയച്ചു കൊടുത്താൽ അത് വലിയ ഖൈറാണ്. അപ്പോൾ രഹസ്യമായ ഒരു സ്വതക്കയായിട്ട് അത് മാറും. അതുപോലെ തന്നെ പള്ളിയിലുള്ള ആളുകൾ അല്ലെ പുരുഷന്മാർ പറ്റുന്ന രൂപത്തിൽ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കണേ. വിശുദ്ധമായ ഖുർആൻ ഓതണേ. വിശുദ്ധമായ ഖുർആൻ സൂറത്തു ദുഖാനും സൂറത്തു തബാറക്കയും ഓതണേ. കാരണം സൂറത്തു തബാറക്ക ലിഅന്നഹാ മുൻജിയ അല്ലേ. അതായത് സൂറത്തു തബാറക്ക ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ഒരു മനുഷ്യൻ ഓതിയാൽ സൂറത്ത് മുൽക്കിൽ 30 ആയത്താണുള്ളത്. ആ തബാറക്ക സൂറത്തിൽ 30 ആയത്താണ്. അപ്പോൾ ആ 30 ആയത്തും ആ ഇനിയുള്ള 30 ദിവസങ്ങൾക്കുള്ള വലിയ കാവലായി നിൽക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പോൾ ഇങ്ങനെ ഹയാത്താക്കാൻ പറ്റിയാൽ, അപ്പോൾ ഇന്നത്തെ രാത്രി നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നാളത്തെ പകൽ, ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിജാഗ്രതയോടുകൂടി വേണം ഇബാദത്തുകളിൽ മുഴുകാൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹയാത്താക്കി കഴിഞ്ഞാൽ ഈ ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ ദിനത്തിൽ തന്നെ, ഇനി ശഅബാൻ നിലാവ് കണ്ടില്ല എന്ന് നമുക്ക്, റജബ് 30 ആണല്ലോ. അപ്പോൾ ഈ അവസാനത്തെ ഇന്ന് നിലാവ് കണ്ടില്ല എങ്കിൽ റജബ് 30 ആയിരിക്കും. അപ്പോൾ ആ 30ാമത്തെ രാവിൽ നമുക്കൊന്ന് ഹയാത്താക്കാൻ പറ്റിയാൽ ഇൻഷാ അല്ലാഹ് ഒരു മനുഷ്യൻ ഇന്നത്തെ രാത്രി എങ്ങനെയാണോ അവനെ ഇബാദത്ത് ചെയ്യുന്നത് അതിനനുസരിച്ച് അവർക്ക് അല്ലാഹു തആല 5 പ്രതിഫലമാണ് കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന 5 പ്രതിഫലം. ഒന്ന്, അവൻ്റെ ഖൽബ് മരിക്കില്ലെന്നാണ്. അവൻ്റെ ഖൽബ് എപ്പോഴും ഹയാത്തായിരിക്കും, ജീവനുള്ളതായിരിക്കും. ജീവനുള്ളതെന്ന് പറഞ്ഞാൽ ഈമാൻ തുടിക്കുന്നൊരു ഹൃദയമായി മാറും. അള്ളാനെ മറക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. രണ്ടാമത്തേത്, റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കരുണ കിട്ടിക്കൊണ്ടിരിക്കും. അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ പ്രവൃത്തിയിൽ, അവൻ്റെ കച്ചവടത്തിൽ, അവൻ്റെ സാമ്പത്തികത്തിലൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും. 3, അവൻ്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്നതാണ്. 4, അവൻ്റെ ജീവിത വിഭവത്തിൽ അള്ളാഹു താല ബറക്കത്ത് കൊടുക്കുന്നതാണ്. 5, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ തുടങ്ങി ഒരുപാട് നേട്ടങ്ങൾ ഇന്നത്തെ രാത്രി ഒരു മനുഷ്യൻ ഹയാത്താക്കിയാൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ, മറന്നു പോകരുതേ. അതുപോലെ തന്നെ നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഓതാം, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, അതുപോലെ തന്നെ ഫാത്തിഹ സൂറത്ത്, ഇതൊക്കെ ഓതിയാൽ വലിയ പ്രതിഫലമാണ്. അതുപോലെ തന്നെ സ്വലാത്ത്, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ശഅബാനു ഷഹരി, ശഅബാൻ എൻ്റെ മാസമാണേ. സ്വലാത്ത് അധികരിപ്പിക്കാൻ ഏത് സ്വലാത്തും പറയാം. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗഫിർലി, റബ്ബേ എനിക്ക് നീ പുറത്തു തരണം, വർഹംനി എനിക്ക് നീ കരുണ ചെയ്യണം, വതുബ് അലയ്യ, അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യുകയാണ് എന്ന അതിശ്രേഷ്ഠമായ ഒരു ദുആ. ഒരു മനുഷ്യൻ ഈ ദുആ 70 പ്രാവശ്യം പറഞ്ഞാൽ നരകമോചനം അവനിക്ക് ഉറപ്പാണെന്നാണ്. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ, അതൊരു തൗബയുടെ വാക്കാണ്, റഹ്മത്തിനെ ചോദിക്കലാണ്, അതുപോലെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ളൊരു ദുആയാണ്. അപ്പോൾ ഈ ദുആ ഒരു മനുഷ്യൻ 70 പ്രാവശ്യം വരുന്ന ദിവസങ്ങളിലൊക്കെ പറ്റുന്നത് പോലെ പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു വലിയ പ്രതിഫലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇനി കണ്ടില്ല എന്ന് വെച്ചാലും നമ്മൾ ഇതൊക്കെ തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും, ഉസ്താദ് എന്തൊരു ഓവർലോഡാ, ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്രയും ഓവർലോഡായിട്ട് ഇത്രയും ഇബാദത്തൊക്കെ ഉണ്ടോ? ഇതൊന്നും മുൻഗാമികൾ ചെയ്തതാണോ? പണ്ടുള്ള ആളുകളൊക്കെ ചെയ്തു? ഇതൊക്കെ വെറുതെ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി ഒരു റീച്ചും കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇതൊക്കെ ചെയ്താൽ നമുക്ക് നല്ലതാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ എല്ലാം കൂടെ കേൾക്കുമ്പോൾ ഭയങ്കര ഓവർലോഡാണെന്ന് തോന്നും. അല്ല, വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഹജ്ജ് ക്ലാസ്സിന്, ഉംറയുടെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ആ ഉസ്താദുമാർ പറയുന്നത് കേട്ടാൽ നമുക്ക് കിളി പറക്കും എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് എയർപോർട്ടിൽ ചെന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ കയറിയാൽ പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ച്, പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത്, ജിദ്ദ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ, പിന്നെ അവിടുന്ന് ബസ്സിൽ കയറുമ്പോൾ, പിന്നെ നമ്മുടെ റൂമിൽ ചെല്ലുമ്പോൾ, പിന്നെ നമുക്ക് തവാഫിൻ്റെ സമയത്ത്, പിന്നെ സഈൻ്റെ സമയത്ത്, അങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ലെക്കും ലെവലും കിട്ടൂല. പക്ഷെ നമ്മളിതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴോ
ആ ഒരു സമയത്ത് സന്ദർഭത്തിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് ഇത്ര ഉള്ളായിരുന്നോ എന്ന് നമുക്ക് തോന്നും. ഒരു ഉംറ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ രണ്ടാമത്തെ ഉംറ ചെയ്യാൻ നമുക്ക് ആരുടെ ആവശ്യമില്ല. കാരണം നമുക്ക് ആദ്യം ചെയ്ത ഉംറ വെച്ച് തന്നെ നമുക്ക് അത് കോർത്ത് ചെയ്യാൻ പറ്റും. എന്നതുപോലെ നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത്, ഭയങ്കര പ്രയാസം പോലെ തോന്നിയേക്കാം. അത് ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണ്. പക്ഷെ വളരെ എളുപ്പമാണ്. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നിച്ചു പറഞ്ഞു തന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ രാവിലെ, ഇന്നത്തെ ഈ ഒരു പരിശുദ്ധമായ ദിനത്തിൽ, അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഇന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ ചെയ്യേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അല്ലാഹു തആല ഇതൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞു പോകുന്ന റജബ് അല്ലാഹു തആല അനുകൂലമാക്കട്ടെ. ശഅബാനിനെ നല്ലതുപോലെ സ്വീകരിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് ചെയ്യുന്ന സൽക്കർമ്മം നീ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് സന്തോഷ വാർത്തകൾ പറയുന്ന ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിൽ കിട്ടിയ ഒരുപാട് നന്മകൾ എഴുതുന്നവരുണ്ട്. അല്ലാഹു നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളും നിലനിർത്തി തരുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ ഉമ്മമാരുണ്ട്, പ്രതിസന്ധികൾ പറഞ്ഞ ആളുകളുണ്ട്. ഒരു കമൻറ്റ് ഇങ്ങനെ വായിച്ചു, ഉസ്താദെ എനിക്ക് എന്തെങ്കിലും പ്രയാസ പ്രശ്നങ്ങൾ വന്നാൽ, എനിക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ കയറിയിട്ട് വൈകുന്നേരത്തെ ദിക്ർ ഓണാക്കി ഉസ്താദിൻ്റെ കൂടെ ഞങ്ങൾ ആ ദിക്ർ ചൊല്ലും, അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ മാറുമെന്ന് ഒരു സഹോദരി കമൻറ്റ് എഴുതി. അൽഹംദുലില്ലാ. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൻ്റെ കഴിവോ അല്ലെങ്കിൽ പറയുന്ന എൻ്റെ കഴിവോ ഒന്നുമല്ല. നമ്മളീ പറയുന്നത് അള്ളാഹുവിൻ്റെ ദിക്റാണ്, അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സ്വലാത്താണ്. ആ സ്വലാത്തിൻ്റെയൊക്കെ പവറാണ് എന്ത് നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറുന്നു എന്നത് അള്ളാഹു തആല നമുക്ക് ഈ മജ്‌ലിസ് സ്വീകാര്യപ്രദമാണ് എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഇതുപോലുള്ള സദസ്സുകൾ കാരണമാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവിധ അമലുകളും ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. എല്ലാവിധ രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അല്ലാഹു തആല മാറ്റി സുഖവും സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ പ്രദാനിക്കട്ടെ. ആമീൻ. എല്ലാവരും പരസ്പരം ദുആ രക്കുക. എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും പരസ്പരം ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ശഅബാൻ മാസത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ ഒരുപാട് നമ്മൾ ചെയ്യേണ്ട, നിത്യമായി നമ്മൾ കൊണ്ടുവരേണ്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സജീവമായിരിക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.